പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ഫിലിപ്പിയർ 4 അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. ഇന്നത്തെ ലോകത്തിൽ എല്ലാവരും ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും ഈ സന്തോഷം പെട്ടെന്ന് നിന്നു പോകുമോ എന്നുള്ള ചിന്ത, സമ്പന്നനായിരിക്കുന്ന അവസ്ഥയിൽ പോലും പെട്ടെന്ന് ഈ വരുമാന മാർഗങ്ങൾ നിന്നു പോകുമോ എന്നുള്ള ആശങ്ക. അതുപോലെ എല്ലാവരും ആശങ്കയിലാണ്. മക്കളെ കിട്ടും, മക്കളെ ലഭിക്കുമ്പോൾ സന്തോഷം, പിന്നെ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, ജോലിയെക്കുറിച്ചുള്ള ആകുലതകൾ, ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ആകുലതകൾ, മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആകുലതകൾ, ഇങ്ങനെ അല്ലെങ്കിൽ രോഗപീഠകൾ, ഇങ്ങനെ എല്ലാവിധ ആകുലതകളാൽ നിറയപ്പെട്ടതാണ് ഇന്നത്തെ മനുഷ്യ ജീവിതം. ഒന്നാമത്തെ കാര്യം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും കർത്താവ് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള സന്തോഷങ്ങൾക്ക് നന്ദി പറയുവാനുമൊക്കെ നമ്മൾ മറന്ന് പോകുന്നു. ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും കുറേയും കൂടി വെട്ടിപ്പിടിച്ചിട്ട് വേണം നമുക്ക് സന്തോഷിക്കാൻ എന്നുള്ള ഒരു ചിന്ത മനുഷ്യരെ ഗ്രസിച്ചിരിക്കുന്നു. മനുഷ്യരെയും അവരുടെ ഭവനങ്ങളെയും അവരുടെ നാടിനെയും ഒക്കെ ഗ്രസിച്ചിരിക്കുന്നു. അവിടെ കർത്താവ് നമുക്ക് നൽകുന്ന ഈ വചനം വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് വിലയുള്ള വചനമാണ്. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. അപ്പം എന്താണ് ചെയ്യേണ്ടത്? പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടുകൂടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. എപ്പോഴും കർത്താവിനോട് നന്ദി പറയുവിൻ, കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ. നമ്മുടെ നന്ദി, നമ്മുടെ കൃതജ്ഞതാസ്തോത്രങ്ങൾ കർത്താവിലേക്ക് ഉയർത്തുവിൻ. അപ്പോൾ എല്ലാ മാനുഷിക ലോജിക്കുകളെയും വെല്ലുന്ന രീതിയിൽ കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകുകയും എന്നല്ലാത്ത സമാധാനം കർത്താവ് നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്. നമുക്ക് നിരന്തരം പ്രാർത്ഥനയിൽ മുഴുകാം. കർത്താവിന് നന്ദി പറയാം. അബ്ബാ പിതാവേ, അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ മാതാവ് പറഞ്ഞ പോലെ, ഇതാ അങ്ങയുടെ ദാസി, ഇതാ അങ്ങയുടെ ദാസൻ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ആമേൻ.